നമസ്കാരം. നമസ്കാരം. മന്ത്രിമാരെ പോലും അല്ലെങ്കിൽ മന്ത്രിമാരുടെ താല്പര്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട്, മന്ത്രിസഭയുടെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വകുപ്പ് മന്ത്രിമാരെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് പിന്നീട് സർക്കാരിന് വലിയ തലവേദനയാകുന്നു. പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP മെമ്പറായ കാപ്പ കേസ് പ്രതി സുഗതൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ അവധിക്കാല അപേക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ക്രമക്കേടുകളാണ്. ഡോക്ടർ ചിത്ര എന്ന് പറഞ്ഞ തദ്ദേശ വകുപ്പിന് കീഴിലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ തീരുമാനവും അവരുടെ കുറിപ്പും ഇപ്പോൾ സർക്കാരിന് വലിയ തലവേദനയായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയെയും, ഇവർ രണ്ടുപേരും സീനിയേഴ്സ് തന്നെയാണ്. നിലപാടുകളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത രാഷ്ട്രീയക്കാരുമാണ്. ഇവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ സർക്കാരിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ, അതും കാപ്പ കേസ് പ്രതിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെല്ലാം ഇന്നും കേരളത്തിന് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രത്തോളം കോൺട്രവേഴ്സിയായ ഒരു സംഭവത്തിൽ വളരെ ലാഘവത്തോടു കൂടി വകുപ്പ് മന്ത്രിമാരുടെയോ സർക്കാരിൻ്റെയോ താല്പര്യങ്ങൾ മാനിക്കാതെ ചില സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവിടെ ഈ പിണറായി വിജയൻ സർക്കാർ പടിയിറങ്ങിയാലും ആ സർക്കാരിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ടിരുന്ന ചില ഉദ്യോഗസ്ഥ പ്രബുദ്ധർ ഇപ്പോഴും ഭരണസിരാ കേന്ദ്രങ്ങളിലുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെയാണ് മന്ത്രിമാർക്കും വകുപ്പ് മേധാവികൾക്കും മേലെ ഇത്തരം ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ, പൂർണ്ണമായും UDF സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദം എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനാണ് ഭരിച്ചിരുന്നത്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തൊക്കെ സ്വാഭാവികമായും ഇടതുപക്ഷ അനുകൂല സഹയാത്രികർ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ BJPക്ക് നമുക്കറിയാം, കേരളത്തിൽ ഇന്നേ വരെ BJPക്ക് യാതൊരുവിധ ഭരണവും കിട്ടിയിട്ടില്ല. സംസ്ഥാനം ഭരിക്കാൻ BJP കിട്ടിയിട്ടേ ഇല്ല. ആദ്യം ഉള്ളത് കഴിഞ്ഞ പോലെ ഈ ഇലക്ഷൻ നടന്നപ്പോൾ 3 സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ വോട്ട് ശതമാനം, അതേ വോട്ടിൻ്റെ കാര്യങ്ങൾ തന്നെ BJP കിട്ടി. പ്രത്യേകിച്ചൊരു മുന്നേറ്റമൊന്നും BJP കൂടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ആകെ പോയത് CPMൻ്റെ വോട്ടുകൾ കോൺഗ്രസിലോട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. BJPക്ക് പ്രത്യേകിച്ച് ഉണർവൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വോട്ട് കിട്ടിയ അതേപോലെ തന്നെ പല മണ്ഡലങ്ങളിൽ വോട്ട് കമ്മിയാകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ തെക്കൻ കേരളത്തിൽ കുറച്ച് കൂടി കിട്ടി എന്നുള്ളതാണ്. അപ്പം എന്നിരുന്നാൽ പോലും അത്രമാത്രം BJPക്ക് ഇവിടെ കേരളത്തിൽ സ്വാധീനമുള്ളൂ. പക്ഷേ അതേ BJP ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, ഈ പിണറായി വിജയനെതിരെയായി CPMനെതിരെയായ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ BJP ആ വിരുദ്ധ വികാരത്തിൽ കയറിപ്പോന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇപ്പോൾ വോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിലോട്ട് കുറേ വോട്ട്, നല്ലൊരു ശതമാനം വോട്ട് ഇക്കുറി കോൺഗ്രസിന് കിട്ടി. അത് കോൺഗ്രസ് പ്രവർത്തകരല്ലാത്ത, കോൺഗ്രസുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിഷ്പക്ഷമുള്ള ഒരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസിന് കിട്ടി എന്നുള്ളത് സത്യമാണ്. അതേസമയം തന്നെ CPMൽ നിന്ന് കോൺഗ്രസിൽ കിട്ടി അതേപോലെ തന്നെ കുറച്ച് വോട്ടുകൾ CPMൽ നിന്നും BJPയിലോട്ടും പോയി. നമുക്കറിയാം പല മണ്ഡലങ്ങളിലും, നേമത്തും പാലക്കാട് അടക്കമുള്ള പല മണ്ഡലങ്ങളും ജയിക്കാറുള്ളത് ചെറിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് ജയിക്കാറുള്ളത്, അല്ലെങ്കിൽ CPM ജയിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം 3 സീറ്റ്, അത് 3 CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് പോയിട്ടുള്ളത്. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ BJPക്ക് വലിയ തരത്തിൽ സ്വാധീനം ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ BJPക്ക് ഇപ്പോൾ കേരളത്തിൽ അവർ ഭരണത്തിലില്ല എന്നേ ഉള്ളൂ, കേന്ദ്രത്തിൽ ഭരിക്കുന്ന പോലെ കേരളം അവർ ഭരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ആദ്യം കണ്ടത് ഇവിടെയായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. EDയെ ആക്രമിച്ച കേസിൽ ഇത്തരത്തിലുള്ള ജില്ലാ പോലീസ് മേധാവിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും അദ്ദേഹം അത് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കൈമാറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, CPMനെ അനുകൂലിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ളതും അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി എന്താ പറയുക പ്രവർത്തിച്ചു എന്നുള്ള സാരം അന്ന് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ, തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഉയർന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതായിരുന്നു. ഞാൻ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. പര്യത്തുകാവ് ഉന്നതിയിൽ ഒരു 9 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിക്കാൻ വേണ്ടി അഭിഭാഷക കമ്മീഷൻ്റെ ഉത്തരവോടുകൂടി അവിടെ അവരെ കുടിയിറക്കാൻ വേണ്ടി എത്തുമ്പോൾ അന്ന് കേരള പോലീസ് അതിനെതിരെ ഈ അഭിഭാഷക കമ്മീഷന് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയും അവർ കുടിയൊഴിപ്പിക്കൽ വലിയ വിവാദമായി. ആഭ്യന്തരമന്ത്രി പിന്നീട് അറിഞ്ഞാണ് അത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നത്. അതായത് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കേവലം 2 ദിവസം മാത്രമേ ആവുന്ന സമയത്ത് അപ്പോഴും ആഭ്യന്തര വകുപ്പിലുള്ള പല മുതിർന്ന ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയോ വകുപ്പിലെ ഭരണപരിഷ്കാരങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറല്ല. പിണറായി വിജയൻ ഭരണം ഒഴിഞ്ഞതുപോലും തിരിച്ചറിയാത്ത രീതിയിലായിരുന്നു അന്ന് പെരുമാറ്റം. വലിയ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ വാർത്ത തന്നെയായിരുന്നു അത്. സ്വാഭാവികമായിട്ടും അത് ഒരു ഉദാഹരണം. അപ്പോൾ
തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ഉദാഹരണം. ഇപ്പോൾ പുതുതായി മറ്റൊരു വിവാദം കൂടി കത്തി വന്നു. അത് ഈ പറഞ്ഞ പോലെ സുഗതൻ കാപ്പ കേസ് പ്രതി കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു പാതിരാത്രി പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ കൊണ്ടുപോയിടുന്നു. അദ്ദേഹം ഓൾറെഡി തദ്ദേശത്തിൽ അടുപ്പിച്ച് മൂന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ എന്നുള്ള പദവി അയോഗ്യയാക്കപ്പെടും എന്നുള്ളതാണ് തദ്ദേശ വകുപ്പിലെ നിയമപ്രകാരം ഉള്ളത്. പക്ഷേ അദ്ദേഹം ഓൾറെഡി ഒന്ന് അറ്റൻഡ് ചെയ്തില്ല, രണ്ടാമത്തെ അറ്റൻഡ് ചെയ്തില്ല, മൂന്നാമത്തേലോട്ട് എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രമേയം ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനിൽ പാസ്സാക്കാൻ നിൽക്കുന്നു. UDF-ഉം LDF-ഉം ഒരുമിച്ച് നിൽക്കുന്നു. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പദവി പോയി കഴിഞ്ഞാൽ BJP-യുടെ ഭരണം തുലാസിലാവും. കാരണം BJP നിൽക്കുന്നത് 50-51 ഒരൊറ്റ കൗൺസിലറിൻ്റെ ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ സുഗതൻ കൂടി അകത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വോട്ടില്ലാണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 50-50 എന്നുള്ളതിലെത്തും. അപ്പം ഇതൊരു തൂക്ക് സഭയിലോട്ട് പോവുകയും ടോസ് ഇട്ട് നോക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണം മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇത്തരത്തിൽ അണ്ടർ സെക്രട്ടറി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. നമുക്കറിയാം ഈ വിഷയം ബന്ധപ്പെട്ട് ആദ്യം ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് പോകുന്നു, പിന്നീട് അത് തദ്ദേശ വകുപ്പ് ഭരണം കൈയാളുന്ന KM ഷാജിയിലോട്ട് പോകുന്നു. KM ഷാജി കൊടുത്തത് ഇത് ഇപ്പോൾ പരിഗണിക്കേണ്ട, ഇതവിടെ കിടക്കട്ടെ, ഇതിൽ യാതൊരുവിധ തീരുമാനവും അല്ലെങ്കിൽ നീക്കുപോക്കോ നടത്തണ്ട എന്ന് പറയുന്നു. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് KM ഷാജിയുടെയും നിലപാടുകളെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവുകളെ മറികടന്നുകൊണ്ട് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറി പുതിയ ജ്ഞാനം ഇറക്കുന്നു. അതിൽ പ്രകാരം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് സുഗതൻ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരു 6 മാസം കൂടി കാലയളവ് അല്ലെങ്കിൽ അവധി അനുവദിക്കാൻ പറ്റുമെന്നുള്ളതും, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പെർമിഷൻ തരുന്നു, ഇനി നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം കോർപ്പറേഷനിൽ ഇത് പാസ്സാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇളവ് അവിടെ ഇല്ല ഓൾറെഡി. അപ്പോൾ ഇളവില്ലാത്ത സാധനം ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ വകുപ്പ് അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ് അവർ കത്ത് കൊടുത്തത്, അൺഒഫീഷ്യലായിട്ടാണ് ലെറ്റർ കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം അവിടെ പാസ്സാക്കി എടുക്കുന്നതും അടുത്ത 6 മാസ കാലയളവിന് സുഗതന് ഇത്തരത്തിലുള്ള എന്താ പറയുക അവധി അനുവദിച്ചു എന്നുള്ള തരത്തിൽ മേയർ ഈ സാധനം പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയറാണ്, ഭരിക്കുന്നത് UDF ആണെങ്കിലും ഇപ്പോഴും താഴെ തട്ടിലുള്ള നേതാക്കന്മാർ നല്ലൊരു ശതമാനം ആൾക്കാർ CPM-ൻ്റെയും അതുകൂടാതെ മറക്കി വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ BJP-ക്കും വേണ്ടി എല്ലാവിധ ജോലികളും കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. കാരണം ഒരു സംസ്ഥാന സർക്കാരിനെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥരും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവരൊക്കെ. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒന്നല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഈ വിഷയം അത്ര കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കാണേണ്ടി വരും. ഇതൊന്നും അല്ലാണ്ട് മൂന്നാമത്തെ ഒരു വശം എന്നുള്ളത് ഇവരറിഞ്ഞിട്ടും ഇവർ പറഞ്ഞതുപോലെ ഇവരെക്കാൾ ഒരു സൂപ്പർ പവർ ആയതുകൊണ്ട് ഇത്തരത്തിൽ അണ്ടർ സെക്രട്ടറിയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയാകും എന്നുള്ളത് കാര്യം കൃത്യമാണ്. കാരണം CPM ഓൾറെഡി ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ CJP അതായത് കോൺഗ്രസ് ജനതാ പാർട്ടി എന്നുള്ള രീതിയിലാണ് CPM വിഷയത്തെ കാണുന്നത്. കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, BJP-ക്ക് വേണ്ടി വീഴ്ത്തം ചെയ്ത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെന്നുള്ള സാധനം CPM ഓൾറെഡി ഉയർത്തി കഴിഞ്ഞു. ഇത്രയും കാലം അത് CJP എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസും UDF-ഉം തിരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സാധനം കറങ്ങിത്തിരിഞ്ഞ് UDF-നെതിരെ വരുന്ന കാര്യത്തിലോട്ട് എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അവർക്ക് ഭരണം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. നേതാക്കന്മാരെ അല്ലെങ്കിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ വഴിക്ക് നിർത്താൻ അല്ലെങ്കിൽ ചങ്ങലക്കെട്ട് നിർത്താൻ ഇപ്പോഴും UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും മന്ത്രിമാരുടെയും വകുപ്പ് മേധാവികളുടെ എല്ലാം ഉത്തരവുകളെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അണ്ടർ സെക്രട്ടറിമാർക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ വളരെ അത്യാവശ്യമായ സാഹചര്യമാണ്. മന്ത്രിസഭയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ വകുപ്പിൻ്റെയോ എല്ലാം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കാപ്പ കേസ് പോലുള്ള കേസിൽ പ്രതിയായ ഒരാൾക്ക് അനധികൃതമായ വഴിവിട്ട രീതിയിലുള്ള സഹായങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, നിയമ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്.